ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അതായത് മൂഡ് എല്ലാ ദിവസവും ഒരുപോലെ ആകില്ലല്ലേ. ചില ദിവസങ്ങളിൽ ഒന്ന് താന്നിരിക്കും, ചില ദിവസങ്ങളിൽ ഒന്ന് പൊങ്ങിയിരിക്കും അല്ലേ. നമ്മുടെ മൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസം. ചിലപ്പോൾ നമ്മൾ ഹസ്ബൻഡിനോടൊപ്പമോ അല്ലെങ്കിൽ കുട്ടിയോടൊപ്പമോ ഒക്കെ ദേഷ്യപ്പെടാറുണ്ട് അല്ലേ, ചെറിയ ചെറിയ കാര്യത്തിൽ. എസ്പെഷ്യലി സ്ത്രീകളുടെ പീരിയഡ് ടൈമിൽ പലർക്കും മൂഡ് ചേഞ്ചുകൾ ഉണ്ടാവുന്നു അല്ലയോ. അപ്പോൾ അത് ഹസ്ബൻഡിനും കുട്ടികൾക്കും മനസ്സിലായാൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താം അല്ലേ. ഹസ്ബൻഡിനോടൊപ്പം ദേഷ്യപ്പെട്ടാൽ ഹസ്ബൻഡിന് മനസ്സിലാവും, എൻ്റെ വൈഫ് പീരിയഡിൽ കൂടി കടന്നു പോകുന്നു, 1-2 ദിവസം അവൾക്ക് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. പഴയ കാലത്ത് ഒരു 4 ദിവസം സ്ത്രീകളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലായിരുന്നു, അവർക്ക് റെസ്റ്റ് കൊടുക്കുമായിരുന്നു. അതിൻ്റെ റീസൺ തന്നെ എന്തുകൊണ്ടായിരുന്നു? അവൾ റെസ്റ്റ് എടുക്കട്ടെ, അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അവൾക്ക് ഓൺ ടൈം ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയാണോ? അല്ല. നമുക്ക് ആർക്കും തന്നെ ആ 4 ദിവസം നമുക്ക് റെസ്റ്റ് ഇല്ലല്ലേ. എല്ലാ ദിവസവും പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ചില ഫാമിലീസിലൊന്നും തന്നെ ഹൗസ് മെയ്ഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ സ്ത്രീകൾ മാത്രമായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ജോലി ഉണ്ടായിരിക്കില്ല, അവർ ഹോം മേക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മദേഴ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ. നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ 4 ദിവസം അമ്മമാർക്കൊരു ചെറിയ റെസ്റ്റ് കൊടുക്കട്ടെ. 1-2 ദിവസം കുക്ക് ചെയ്യണ്ടെന്ന് വിചാരിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങുക അല്ലേ, ഫ്രഷ് എയർ കൊണ്ടൊന്ന് നടക്കാൻ പോവുക, കുട്ടികൾക്കൊപ്പം എൻജോയ്മെൻറ്റിൽ ഏർപ്പെടുക, ജോയ്ഫുള്ളായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ബോഡി കെയർ അല്ലെങ്കിൽ നമ്മുടെ മീ ടൈം ഒക്കെ ആ ടൈമിൽ നമുക്ക് യൂസ്ഫുള്ളാക്കി തീർക്കാമല്ലേ. അതുപോലെ തന്നെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഹസ്ബൻഡിനെയും കുട്ടികളെയും വഴക്ക് പറയുകയും വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കാം അല്ലയോ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാര്യം നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയതാണ് അല്ലേ. എല്ലാവർക്കും പീരീഡ് വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ഒരു വീട്ടമ്മ ആരോട് പറയും? ഹസ്ബൻഡ് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടാവും, കുട്ടികൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മ ഒറ്റയ്ക്കായിരിക്കും അല്ലേ. ഒറ്റയ്ക്കാകുമ്പോൾ ഇത് ആരോടൊപ്പം ഷെയർ ചെയ്യാനും പറ്റുന്നില്ല, എല്ലാം ചെയ്ത് എത്തുകയും വേണം. എല്ലാവരും തിരിച്ച് വീട്ടുകളിലെത്തുമ്പോൾ അവർക്ക് ഡിന്നർ ഉണ്ടാക്കണം, വീട്ടിലെ കുടുംബകാര്യങ്ങളെല്ലാം നോക്കണം. ഇതെല്ലാം ഒരാൾ ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് വർക്കാണ് അല്ലേ. നെവർ എൻഡിങ് വർക്കാണ് ഫോർ ഹോം മേക്കർ. അപ്പോൾ നമുക്കും അതിൽ കൂടി പങ്കെടുക്കാം. കുട്ടികളെയും ഹസ്ബൻഡിനെയും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുക. അവരെ കൊണ്ടും കൂടെ വീട്ടുജോലികൾ ചെയ്യാൻ പറയുക. ഉൾപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ചാൽ സ്വന്തമായിട്ട് അയൺ ചെയ്യാം, തുണികൾ കഴുകാനിടാം, അത് മടക്കി വയ്ക്കാം, വാക്യൂം ചെയ്ത് കൊടുക്കാം, ഷോപ്പിംഗ് ചെയ്ത് കൊടുക്കാം മുതലായ ചെറിയ ചെറിയ ജോലികൾ ഹസ്ബൻഡും കുട്ടികളുടെ ചുമതലയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീട്ടമ്മയ്ക്ക് ഒരു റെസ്റ്റും കിട്ടും, അവരുടെ ആ മൂഡ് ബാഡായിട്ട് പോവുകയും ഇല്ല, സന്തോഷമായിട്ടിരിക്കാൻ ഒരമ്മയ്ക്ക് കഴിയുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ഇത് ചെയ്യണം. കാര്യം നമ്മുടെ ഭാവിയിലെ അടുത്ത ജനറേഷനെ കൂടി ഇത് പഠിപ്പിക്കുകയും ചെയ്യണം. കാര്യം അന്ന് അവരോടൊപ്പം ഇരുന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും അല്ലയോ. തീർച്ചയായിട്ടും അവരെ കൂടി ഉൾപ്പെടുത്തുക. എല്ലാവരും ഈ വ്ലോഗ് കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ വാല്യുബിളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ മൈ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ.